നമസ്കാരം. ശ്രീ ഗോപിനാഥ് മുതുകാട് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ മാജിക് പ്ലാനറ്റ് അതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ നിന്നിരുന്ന ആളുകളൊക്കെ പുറത്തു വന്ന് അവരുടെ ചില ദുരനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ദിനങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദുരനുഭവങ്ങളെക്കുറിച്ചിട്ടോ ആരോപണങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും പറയാനായിട്ടല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇനി അങ്ങനെ ഒരു വീഡിയോ എൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനായിട്ട് ഇല്ല. ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, അനുഭവം പറച്ചിലുകൾ വരുന്ന സമയത്ത് ചില ആളുകൾ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കേസ് കൊടുത്തൂടെ? പോലീസ് അന്വേഷിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് പറയുന്നത്? വലിയ മാധ്യമങ്ങൾ ഇത് എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, അനുഭവം പറച്ചിലുകൾ എന്ന് പറയുന്നത് വലിയ കേസ് എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, പിടിച്ച് ജയിലിലിടാൻ പറ്റുന്ന തരത്തിലേക്ക്, പോലീസ് അന്വേഷിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവമൊന്നുമല്ല. എന്നാൽ ഭിന്നശേഷി കുട്ടികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് മനുഷ്യത്വപരമായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്ന ഒരു ഏരിയയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു റൈറ്റാണ് ആ ഒരു അനുഭവം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത്. അത് അവർ പങ്കുവയ്ക്കുന്നത് ഇവിടെയുള്ള ഒരു മജോറിറ്റിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല. അത്തരത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന സമയത്ത്, അതുപോലെയുള്ള സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഭിന്നശേഷി കുട്ടികളോട് പെരുമാറുന്ന ഒരു രീതിയെക്കുറിച്ചിട്ട്, ഇപ്പോൾ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചില്ല, അത് നമുക്ക് നിയമത്തിൻ്റെ മുൻപിൽ വലിയ കുറ്റമായിട്ട് പറയാൻ പറ്റുന്ന, കേസെടുക്കാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമൊന്നുമല്ല. അത് മനുഷ്യത്വപരമായിട്ട് നോക്കുന്ന സമയത്ത്, ഭിന്നശേഷി കുട്ടികളുടെ പരിപാലനവുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു വലിയ അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസാണ്. അതേപോലെ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല അല്ലെങ്കിൽ മകളില്ല, ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയില്ല എന്ന് പറഞ്ഞു. അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പറയാൻ പാടില്ലാത്ത തരത്തിലേക്കുള്ള ഒരു പറച്ചിലാണ്. അതും നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ കുറ്റകൃത്യമൊന്നുമല്ല. അതിൻ്റെ കൂടെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചിട്ടുള്ള ആരോപണം, അതിനകത്ത് നിലനിൽക്കാനായിട്ടുള്ള സംഗതിയൊന്നുമില്ല. ഒരു ഫണ്ട് ഒരിടത്തുനിന്ന് വാങ്ങിച്ചു, അതിന് രേഖകളുണ്ട്. ആ ഒരു ഫണ്ട് കൊടുത്തതിന് ഇലക്ട്രോണിക് എവിഡൻസുകളുണ്ട്. ആ ഒരു ഫണ്ട് വാങ്ങിച്ച് ഏതൊക്കെ വഴികളിൽ വിനിയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് പുള്ളിക്കാരൻ കറക്റ്റായിട്ടുള്ള കണക്കുണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്. അത് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിന് കണക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ വലിയ ആരോപണങ്ങളൊന്നും നിലനിൽക്കില്ല. പക്ഷേ ഇതുപോലുള്ളൊരു ഡിസ്കഷൻ കൊണ്ട് സാധ്യമാവുന്നത് ചില ആളുകളുടെ ഒരു അപ്രോച്ചും മെൻറ്റാലിറ്റിയും എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കലാണ്. ഈ ഒരു ഡിസ്കഷൻ, സമൂഹ മാധ്യമങ്ങളിലുള്ള ഡിസ്കഷൻ, അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് തരുന്നുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കളുടെ ആകുലതകളെ കുറിച്ചിട്ടൊക്കെ വലിയ ഒരു സമൂഹത്തിന് മനസ്സിലായി. എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലായി. ഒരു കാലത്ത് ഒരു വലിയ മജോറിറ്റി വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരാൾ വന്നാൽ തങ്ങളുടെ കയ്യിലുള്ള ഫണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അങ്ങനെയല്ല. നോക്കുന്നതിന് ചില രീതികളുണ്ട്. എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടൊക്കെ ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് സാധിച്ചു. തങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യമവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആളുകൾ അവരുടെ ആ ഒരു ഉദ്യമവുമായിട്ട് മുന്നോട്ടേക്ക് പോകട്ടെ. ആ ഒരു ഉദ്യമങ്ങളെ തടയുന്ന ചില പ്രവർത്തനങ്ങൾ നടത്താൻ ചില ആളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് തുടങ്ങി വെച്ചത് അന്തംകമ്മികളും സുഡാപ്പികളുമാണ് എന്ന് തിരിച്ചറിയാതെ സംഖ്യകൾ പോലും ആ കെണിയിൽ വീണിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയം പരസ്യമായി പ്രകടമാക്കാത്ത, ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗം ചേരാത്ത മുതുകാടിനെ എന്തുകൊണ്ടാണ് സുഡാപ്പികളും അന്തം കമ്മികളും ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. മറുനാടൻ ഇറങ്ങിയിട്ടുണ്ട്. തത്വമേ ന്യൂസ്, കർമ്മ ന്യൂസ്, പിന്നെ മറ്റേ റോബിൻ ബസിന്റെ പുറകെ നടന്ന കുറെ ടീം ഉണ്ടായിരുന്നല്ലോ. അയ്യോ കേരളം മുടിയുന്നേ എന്നൊക്കെ പറഞ്ഞ് നടന്ന ടീമുണ്ടല്ലോ. അപ്പോൾ അതുങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുങ്ങളിൽ ഒരു വലിയ മജോറിറ്റിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാർത്ത സൃഷ്ടിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ള ആളുകളാണ്. അത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സംസ്കാരമാണ്. യെല്ലോ ജേർണലിസമാണ്. യൂട്യൂബ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ യെല്ലോ ജേർണലിസ്റ്റുകളുടെ ഒരു സ്ഥിര അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിസഭ ആക്രമിക്കാൻ വരുന്നു എല്ലാത്തിനെയും. ഇപ്പോൾ ഇവിടെ ഒരു വഴിയിൽ ഒരു കാക്ക മരിച്ചു കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും, പിണറായി കാലത്ത് കാക്ക മരിക്കില്ലേ? അപ്പോൾ അവരെപ്പോഴേ വീഡിയോ അങ്ങ് ഇടും. അപ്പോഴത്തെ അതിൻ്റെ താഴെ പിണറായി കാലം, കലികാലം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം കൂടെ വന്നിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതുങ്ങളെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുങ്ങളെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ മുതുകാടിനെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുകാടിനെ ആക്രമിക്കുന്നത് ഇവിടെയുള്ള നിലവിലത്തെ ഭരണകക്ഷിയാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. മുഹമ്മദ് അഷീലിനോടൊക്കെ ഉള്ള ഒരു എതിർപ്പ് കൊണ്ടാണ് അവരെങ്ങനെ ചെയ്യുന്നത്. സുനിതാ ദേവദാസ് ഒക്കെ സുഡാപ്പികളുടെ കൂടെയാണ്. പോയിന്റ് ശ്രദ്ധിക്കണം, സുഡാപ്പികൾ. പിണറായി വിജയൻ സാരഥ്യം ഏറ്റതിനു ശേഷം CPM-ൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനായി ആണ് ആരംഭിക്കുന്നത്. ചിലരൊക്കെ ക്യാമ്പയിൻ ആരംഭിച്ചാൽ അതിന് പിന്നിൽ കൃത്യമായ ദുഷ്ടലാക്കുണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാക്കാതാണ് സംഖ്യകളും നിഷ്പക്ഷ സമൂഹവും പോലും രംഗത്തിറങ്ങിയിരിക്കുന്നത്. പലപ്പോഴും സുഡാപ്പികളും കമ്മികളും ഇത്തരമൊരു കാര്യത്തിന് പദ്ധതിയിടുമ്പോൾ അവരുടെ മാത്രം വിഷയമായി മാറിയാൽ എതിർപ്പ് മറുഭാഗത്തുണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ഒരു കെണി ഒരുക്കാറുണ്ട്. ആ കെണിയിലാണ് ഇവിടെ പലരും വീണുപോയത്. മുതുകാടിനൊപ്പം ചേർന്ന് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഊരി അങ്ങോട്ട് എടുക്കാൻ പറ്റും. രാഷ്ട്രീയവൽക്കരണ ചർച്ചകളാകുമ്പോഴത്തേനും മുതുകാട് ചെയ്തതോ ഭിന്നശേഷി കുട്ടികളോ ബാക്കി കാര്യങ്ങളോ ഒന്നും നിലനിൽക്കില്ല. നേരെ ഇത് പിണറായിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയിക്കോളൂ. ഇത് മറുനാടൻ്റെ നല്ല കിടിലൻ ഐഡിയ ആണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം വിജയകരമായിട്ട് മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഒരു ആശയമാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മുതുകാടിനെ ആക്രമിക്കുന്ന ഭരണകക്ഷികൾ, പിണറായി, കമ്മ്യൂണിസ്റ്റുകാർ, കമ്മികൾ, സുഡാപ്പികൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് സംഘികൾ ഓൾറെഡി ആ പക്ഷത്തേക്ക് നിൽക്കുമെന്നുള്ള ഒരു ചിന്ത, സംഘികളിൽ ഒരു വലിയ കൂട്ടം ആളുകൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ ഓടുന്ന ടീമാണെന്നുള്ള ചിന്ത മറുനാടനൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ചിന്തയിൽ നിന്നിട്ടാണ് ഈ ഒരു നറേഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച ചില കാര്യങ്ങളുണ്ട്. മറുനാടൻ വീണ്ടും വീണ്ടും ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുന്ന, പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കാര്യം സാമ്പത്തിക തിരിമറി ഉണ്ട് എന്ന് പറഞ്ഞു. ഈ അനുഭവം പറഞ്ഞ പേരൻസ് ഒന്നും സാമ്പത്തിക തിരിമറിയെ കുറിച്ചിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. സാമ്പത്തിക തിരിമറി എന്താണ്? ഓഡിറ്റിംഗ് ഉണ്ട്, കണക്കുണ്ടാക്കാൻ പാടുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. സാമ്പത്തിക തിരിമറി എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നമല്ല. അത് വീണ്ടും പറയുകയാണ്, ഈ ആരോപണങ്ങൾ പറഞ്ഞ അനുഭവങ്ങൾ പങ്കുവെച്ച ആളുകൾ സാമ്പത്തിക തിരിമറിയെക്കുറിച്ചിട്ട് പറയുന്നില്ല. അത് നിങ്ങൾ പേടിയിൽ നിന്ന്, വിറളിയിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചിന്തയാണ്. അയ്യോ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ചിന്തയിലാണ് ആ ഒരു പക്ഷത്ത്, പ്രതിരോധ പക്ഷത്ത് നിന്നുള്ള ആൾക്കാർ അയ്യോ സാമ്പത്തികം. കാരണം അവരുടെ ഉദ്ദേശം അതാണ്, നമ്മുടെ ഉദ്ദേശം അതല്ല. ഇവിടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഒരു ചിന്തയിലേ അതില്ല. അത് ഭിന്നശേഷി കുട്ടികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട, അവരോടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ പേടിക്കുന്ന പോലെയല്ല, അത് വിട്ടേക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഭിന്നശേഷി കുട്ടികളെ പരിപാലിച്ച് നിൽക്കുന്ന ആളുകൾ അവരിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. മുതുകാടിലേക്ക് ശ്രദ്ധ പോകുന്നത് കൊണ്ടുള്ള വിഷമം കൊണ്ട് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ, കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള എന്തെങ്കിലും ഒന്ന് താങ്കളുടെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റേ സംഗീസാനം ഇട്ട് തന്നെ കളിക്കുക, അതാകുമ്പോൾ കുറച്ചും കൂടെ രസം ഉണ്ടാവും. ഇത് നിൽക്കില്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് രസമില്ല. അടുത്തൊരു ആരോപണമാണ്, ഓഡിഷനിൽ സെലക്ട് ആവാത്ത ചില ആളുകളുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓഡിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഓഡിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ തിരിഞ്ഞെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റുകളിലോ അദ്ദേഹത്തിൻ്റെ ആതുര സേവനങ്ങളിലോ ആദ്യം പറയാത്തൊരു സംഗതിയാണ്. അതിൽ വലിയ വിയോജിപ്പുകൾ ആളുകൾക്ക് തോന്നും, അതിന് മറുപടി കൊടുക്കേണ്ടതാണ്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കുറേയധികം കുട്ടികളെ, എൻ്റെ രീതികൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കുറേയധികം കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പം നിങ്ങൾ അതിനുവേണ്ടി എന്നെ സഹായിക്കുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ മുദ്രാവാക്യം. കുട്ടികളെ കൊണ്ട് അവിടെ തള്ളിയിട്ട് പോകാമെന്ന് ചില ആളുകൾ വിചാരിച്ചു. അത് നടക്കാത്തത് കൊണ്ടാണ്. അതിനെക്കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ഉത്തരം അനുഭവം പങ്കുവച്ചിട്ടുള്ള മാതാപിതാക്കൾ പറഞ്ഞു. അവരവിടെ പോയി നിന്ന് 3-4 മാസം വീടെടുത്ത് അവിടെ നിന്നിട്ട്, അവരുടെ കുട്ടികൾക്ക് വേണ്ടി അവിടെ നിന്ന് പുറത്ത് താമസിച്ചിട്ടുള്ള ആൾക്കാർ 3 മാസമായിട്ടും പ്രത്യേകിച്ച് ഒരു പരിപാടി നടക്കാതെ ചില വിമർശനങ്ങൾ ഉന്നയിച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് മോശമായിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വന്നത്. നല്ല സൂപ്പർ ഐഡിയ ആയിട്ടുണ്ട്. ഇനി ഒരു ചർച്ചയുമായി മുന്നോട്ടേക്ക് പോകുന്ന ആളുകൾ കമ്മികളായിട്ട് ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി മനക്കെട്ടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. സംഖ്യകളുടെ കൂട്ടമായിട്ടുള്ള ആക്രമണം ഉണ്ടാവും. അവരുടെ കുലദൈവം, അവരുടെ ബുദ്ധിജീവി മറുനാടൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയമാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ചാപ്പേടികൾ പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവുക. നന്ദി.